നിങ്ങളൊരു നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളാണോ? എന്നാൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. നമ്മൾ ഒരു നിക്ഷേപം തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. റിസ്ക് മനസ്സിലാക്കുക. 2. ലിക്വിഡിറ്റി മനസ്സിലാക്കുക. 3. വൈവിധ്യവൽക്കരണം, അതായത് ഡിവേഴ്സിഫിക്കേഷൻ ചെയ്ത് നിക്ഷേപിക്കുക. 4. നിക്ഷേപം തുടങ്ങണോ അതോ കടം തീർക്കണോ എന്ന് തീരുമാനിക്കുക. 5. നിക്ഷേപ പദ്ധതി ഒരു തട്ടിപ്പാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. 6. പദ്ധതിയുടെ പ്രവർത്തനം മനസ്സിലാക്കുക. റിസ്ക് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം താരതമ്യേന കുറവായിരിക്കും. ഉദാഹരണം ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ളവ. എന്നാൽ നഷ്ടം വരാൻ സാധ്യത കൂടുതലുള്ള നിക്ഷേപം, ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റ് നിക്ഷേപം, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം. ഒരു നിക്ഷേപത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന റിസ്ക് അനുസരിച്ചുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യത ആ നിക്ഷേപത്തിൽ നിന്ന് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നിക്ഷേപം പൂർണ്ണമായി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം അതിന് മാത്രം ഉണ്ടായിരിക്കണം. ഏതൊരു നിക്ഷേപം തുടങ്ങുന്നതിൻ്റെ മുൻപും ഈ നിക്ഷേപത്തിൽ നിന്ന് എന്തുമാത്രം നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ആ നഷ്ടം നമ്മൾ താങ്ങാൻ തയ്യാറുണ്ടോ എന്നും കൃത്യമായി ആലോചിച്ച് ഉറപ്പിക്കണം. ലിക്വിഡിറ്റി. നിക്ഷേപം എത്ര പെട്ടെന്ന് പിൻവലിക്കാം അല്ലെങ്കിൽ വിറ്റ് കാശാക്കി മാറ്റാം എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നിക്ഷേപം 20 കൊല്ലത്തെ ഒരു ക്യാഷ് ബാക്ക് പോളിസി ആണെങ്കിൽ, ക്യാഷ് ബാക്ക് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ കാലാവധി കഴിയുന്നതിന് മുന്നേ പിൻവലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടവ് തുടങ്ങി 3 കൊല്ലം ആയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ മുഴുവൻ ക്യാഷും പോയെന്ന് വരാം. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും പെട്ടെന്ന് വിറ്റ് ക്യാഷാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ബാങ്ക് ഡെപ്പോസിറ്റുകൾ, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കും. ബാങ്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് പെട്ടെന്ന് പിൻവലിച്ചാൽ പലിശ നഷ്ടം വരും. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പെട്ടെന്ന് വിൽക്കേണ്ടി വന്നാൽ ഓഹരി വിപണിയിലെ നിലവാരത്തിനനുസരിച്ച് ചിലപ്പോൾ കുറേ ക്യാഷ് നഷ്ടമായെന്നും വരാം. പക്ഷേ ഇവ രണ്ടും പെട്ടെന്ന് വിറ്റ് നമുക്ക് ക്യാഷാക്കാൻ കഴിയും. നമ്മുടെ നിക്ഷേപങ്ങളും നല്ലൊരു ഭാഗം പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റുന്ന നിക്ഷേപങ്ങളിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിക്ഷേപം നിർത്താനുള്ള നടപടികൾ എന്താണെന്ന് നമ്മൾ നിക്ഷേപം തുടങ്ങുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. മിക്ക നിക്ഷേപങ്ങളും 5, 10, 20 വർഷം കാലാവധി ഉള്ളതാണ്. ഈ കാലാവധിക്കുള്ളിൽ ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറാം. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നിക്ഷേപം നിർത്തേണ്ടി വരും. ചില നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ അടച്ച തുക മൊത്തം പോകും. പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഇത് ചോദിച്ച് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഏജന്റ് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് കമ്പനിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പോളിസിയുടെ അപേക്ഷാ ഫോമിലോ കാണിച്ചു തരാൻ പറയണം. ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങൾ കേട്ടിരിക്കും, എല്ലാ മുട്ടകളും ഒരു പാത്രത്തിൽ ഇട്ട് വെക്കരുതെന്നുള്ള പഴഞ്ചൊല്ല്. കാരണം ഏതെങ്കിലും ഒരവസരത്തിൽ ആ പാത്രം ഒന്ന് താഴെ വീണാൽ അതിലിട്ട എല്ലാ മുട്ടകളും പൊട്ടി പോകും. ഇതുപോലെ തന്നെയാണ് നിക്ഷേപത്തിൻ്റെ കാര്യവും. നമ്മുടെ കയ്യിലുള്ള എല്ലാ പണവും ഒരേ രീതിയിലുള്ള നിക്ഷേപത്തിലാണെങ്കിൽ നഷ്ടം സംഭവിച്ചാൽ എല്ലാ പണവും ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിക്ഷേപം സ്വീകരിക്കുന്ന കമ്പനി മാറിയതുകൊണ്ട് നിക്ഷേപങ്ങൾ വൈവിധ്യമായി എന്ന് വിചാരിക്കരുത്. പല ഏരിയകളിൽ സ്ഥലം വാങ്ങിയാൽ അതൊരു വൈവിധ്യപരമായ നിക്ഷേപമല്ല. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് വൈവിധ്യം വേണമെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റുകളിലോ PPF, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലോ നിക്ഷേപിക്കണം. നിക്ഷേപം തുടങ്ങണോ കടം തീർക്കണോ? നിക്ഷേപിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഉയർന്ന പലിശ കൊടുക്കുന്ന കടങ്ങളുണ്ടെങ്കിൽ അവ അടച്ചു തീർക്കണമോ വേണ്ടയോ എന്ന് ചിന്തിക്കണം. ക്രെഡിറ്റ് കാർഡ് കടമോ ബ്ലേഡ് പലിശക്കാരുടെ അടുത്തു നിന്ന് വാങ്ങിയ കടമോ ബാക്കിയുണ്ടെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ അവയാണ് അടച്ചു തീർക്കേണ്ടത്. അതേപോലെ തന്നെ പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട ഒന്നാണ് വാഹന ലോൺ. നമ്മൾ നിക്ഷേപിച്ചാൽ കടത്തിന് കൊടുക്കുന്ന കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപത്തിൽ നിന്ന് നേട്ടമുള്ളൂ. ബ്ലേഡ് കമ്പനിക്കാരുടെ അടുത്ത് നിന്ന് 30% പലിശയ്ക്ക് പണം കടം വാങ്ങി ഇരിക്കുമ്പോൾ 8% നേട്ടം തരുന്ന മാർഗങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നിക്ഷേപ പദ്ധതി ഒരു തട്ടിപ്പാണോ എന്ന് തിരിച്ചറിയുക.
നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്ന പദ്ധതി തട്ടിപ്പാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. പദ്ധതി തട്ടിപ്പല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപിക്കേണ്ട കാര്യമുള്ളൂ. ഒരു കമ്പനിയിൽ നമുക്ക് കുറഞ്ഞൊരംശം പോലും സംശയമുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിക്ഷേപിക്കാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഏജന്റുമാർ വിൽക്കുന്ന എന്ത് നിക്ഷേപ പദ്ധതി വാങ്ങുന്നതിന് മുൻപ് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി ആ കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പദ്ധതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കണം. അതേപോലെ തന്നെ പദ്ധതിക്ക് വേണ്ടിയുള്ള ഫോമും പദ്ധതി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രേഖയുടെ ഒരു പതിപ്പും നിക്ഷേപം നടത്തുന്നതിൻ്റെ മുന്നേ വായിക്കാൻ ശ്രമിക്കണം. ഇത് സ്വയം വായിച്ചു നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏജന്റിനോട് വിവരിച്ചു തരാൻ പറയാതെ ഇതിനെക്കുറിച്ച് അറിവുള്ള മറ്റാരുടെയെങ്കിലും അഭിപ്രായം ചോദിക്കുക. ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, നിക്ഷേപിക്കുന്നതിൻ്റെ മുൻപാണ് നമ്മൾ ചോദിക്കുന്ന വിവരങ്ങൾ കമ്പനിയിൽ നിന്നും ഏജൻസിയിൽ നിന്നും കിട്ടുകയുള്ളൂ. കാരണം നമ്മളെക്കൊണ്ട് നിക്ഷേപിക്കുക എന്നത് അവരുടെ ആവശ്യമാണ്, അത് അവരുടെ ജോലിയാണ്. നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവരങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നിക്ഷേപിക്കുന്നതിൻ്റെ മുന്നേ വിവരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പദ്ധതിയിൽ നിക്ഷേപിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഊരിപ്പോരാൻ വളരെ അധികം ബുദ്ധിമുട്ടും. ഒരു നിക്ഷേപം തട്ടിപ്പാണോ അല്ലയോ എന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. ബാങ്ക് പലിശയുടെ ഒരുപാട് മുകളിലാണ് പലിശ നിരക്ക് ഉറപ്പായി നൽകാമെന്ന് പറയുന്നതെങ്കിൽ ആ പദ്ധതി തട്ടിപ്പായിരിക്കും. ഉദാഹരണത്തിന് ബാങ്ക് പലിശ 8% ആണെങ്കിൽ ഉറപ്പായും എല്ലാ കൊല്ലവും 15% പലിശ തരാമെന്ന് ഒരു പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പദ്ധതി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഒരു സംശയമാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ബാങ്ക് പലിശയേക്കാൾ ഉയർന്ന വരുമാനം ലഭിക്കും എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും വരുമാനം നമുക്ക് ഉറപ്പു തരുന്നില്ല എന്നതാണ്. ഉയർന്ന വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട് എന്നേ പറയുന്നുള്ളൂ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വരുമാനവും കൂടുതലാണ്. ഒരു വിപണിയിൽ ഉറപ്പു തരാൻ പറ്റുന്ന പരമാവധി പലിശ നിരക്ക് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് വഴി തരും. അതിനു മുകളിലുള്ള എല്ലാ വരുമാനത്തിനും അപകട സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ കമ്പനിയിൽ നിക്ഷേപം തുടങ്ങരുത്. ഒരു നിക്ഷേപ പദ്ധതി നിങ്ങളുടെ പണം ഉപയോഗിച്ച് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിരിക്കണം. നിക്ഷേപിക്കുന്ന കമ്പനിയുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയണം എന്നല്ല ഉദ്ദേശിച്ചത്. പൊതുവായി നമ്മുടെ പണം എങ്ങനെ നിക്ഷേപിച്ചാണ് കമ്പനി വരുമാനം ഉണ്ടാക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ഫണ്ട് മാനേജർ ഓഹരി വിപണിയിലെ ഓഹരികളും ബോണ്ടുകളും വാങ്ങിയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. മൊത്തം തുകയുടെ എത്ര ശതമാനമാണ് ഓഹരിയിൽ നിക്ഷേപിക്കാം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള ചില നിക്ഷേപ പദ്ധതികളുടെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സങ്കീർണമായ നിക്ഷേപങ്ങളിൽ പണം ഇടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇനി നിന്നുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സൈനിങ് ഓഫ് റിയാസ് നച്ചിയൻ.